ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രീം സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ ഇവളെ പ്രേമിക്കണ കാലം തൊട്ടിട്ട് ഇവളുടെ ഡ്രീം ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത് പാരീസിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഞങ്ങൾ പാരീസിലെത്തിയത് നമ്മളൊരു 9:45 ഇവിടെ എത്തേണ്ടത്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഒരു 11 മണിയായി എത്തുമ്പോൾ. 11 മണിയായി എത്തുക സമയത്ത് ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും നമ്മളെ കൊണ്ടുവരാൻ വന്നു. ഇതാണ് ഞാൻ പകർത്തിയ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സിൻ്റെ കാഴ്ചകൾ. ഞങ്ങൾ നേരെ പോയത് ശരവണ ഭവനില്ല. 12 മണിയായി. 12 മണിയായപ്പോൾ അവരത് ക്ലോസ് ചെയ്തു പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് നൈസ് ഫുഡൊക്കെ അടിച്ച് കിടന്നു തുടങ്ങി. പിന്നെ പിറ്റത്തെ ദിവസമായി. ഇതാണ് അവരുടെ വീട്, അളിയൻ്റെ വീടാണിത്. അപ്പോൾ ഇതാണ് വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ എത്തി. ഇപ്പോൾ നല്ലൊരു ഓർക്കം. നമ്മളന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 12:30. പിന്നെ ചേച്ചിയാണെങ്കിൽ നല്ല ബിരിയാണി, പിന്നെ ചിക്കൻ വറുത്തതും, പിന്നെ ചിക്കൻ കറി, പിന്നെ ബീഫ് കറി, പിന്നെ പപ്പടം, പിന്നെ സാലഡും. ആയിവ അതും ഞാനൊരു 3 കൊല്ലത്തിന് ശേഷമാണ് അവളെ കാണുന്നത്. 3 കൊല്ലമായി കണ്ടിട്ട്. ഇപ്പോൾ ഫ്രാൻസിൽ വരേണ്ട വന്നു ഗഡീനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേക ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഇവിടെ അളിയൻ മറ്റേ കൃഷി ചെയ്യും വീടിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ നല്ല അവിടെ ഉണ്ടായ നല്ല സാലഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല കിടില ഫുഡായിരുന്നു, ഒന്നും പറയാനൊന്നുമില്ല. വീട്ടിലെ ഫുഡിന് അപ്പുറം വേറെ ഒന്നും എത്തില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ സാലഡ് കേട്ടോ. സാലഡ് നമ്മൾ അല്ലെങ്കിൽ യൂറോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാലഡാണ് മെയിനായിട്ട് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീടിൻ്റെ പുറത്തൊക്കെ നോക്കി നല്ല ഇരുന്ന് അവിടെ നല്ല ചൂട്ട് തീ പാർന്ന വെയിലിൽ പോകും. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരിക്കാനേ പറ്റില്ല. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളൊരു മൈൻഡിലായി. ഇവിടെ വന്നുള്ള എന്തിനാ പാരീസിലേക്ക് പോകാൻ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുക പാരീസിലേക്ക് എപ്പോൾ പോകണമെന്ന്. ലാസ്റ്റ് നമ്മൾ എന്തായാലും ഫുഡ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും പ്ലാനിങ് തുടങ്ങി. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മണിയാകുമ്പോൾ പോകാമെന്നായി എല്ലാവരും കൊണ്ട്. ഇതാണ് ഇവരുടെ വീടിൻ്റെ പുറമേ നോക്കി. പാരീസിൽ പോകാൻ സെറ്റായി, ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ 5 പേരും കൂടി പാരീസിൽ പോയിക്കൊണ്ടിരിക്കുക. പാരീസിൽ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ ഫിൽ ടവർ കാണുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ച. ഫസ്റ്റായിട്ട് ഞാൻ ഈ സംഭവം കാണുന്നത്. ഞാനൊന്നും നോക്കിയില്ല, ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തു. കാരണം ഏതൊരു ഭാഗത്ത് നോക്കിയാലുണ്ടല്ലോ എന്തു ഭംഗിയാണെന്നറിയുകയാണ്. ഞങ്ങളിതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഈ വണ്ടി നിർത്തിയ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 5 പേരും ഇറങ്ങി. 5 പേരും ഇറങ്ങിയിട്ട് പിന്നെ പതുക്കെ ഇവരാണെങ്കിൽ കുറേ വട്ടം കണ്ടുണ്ട്. പിന്നെ നമ്മുടെ ഒപ്പം വന്നാണ്. പിന്നെ പതുക്കെ നടന്ന് പിന്നെ പല ആംഗിളിലായി. ഒന്നും പറയാനില്ല. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. മനോഹരമൊന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറം ഏതർത്ഥത്തിൽ ഇതിനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങിൽ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കണ്ടിരിക്കണം. കാരണം അത്ര അടിപൊളി സംഭവമാണ്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ബൊക്കയും കാര്യങ്ങളൊക്കെ ആരെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചു. അന്നാണെങ്കിൽ പിറ്റത്തെ ദിവസം ഇവിടുത്തെ ഫ്രാൻസ് ഡേ ആണ്, നാഷണൽ ഫ്രാൻസ് ഡേ. അപ്പോൾ അവിടേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ കയറി ക്യൂ നോക്കിയാൽ എപ്പോഴും തിരക്കാണ് അവിടെ. നമ്മളിങ്ങനെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഒരു അത്ഭുതം, അത്രയും ഭംഗി കാണാൻ. ഏറ്റവും ടോപ്പിലൊക്കെ കയറണമെന്ന്, പക്ഷെ നടന്നില്ല. കാരണം അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു 9:30 ഇവിടെ ഒരു 9:00 ഇരിക്കാൻ തുടങ്ങി. എന്തായാലും ലൈറ്റ് കണ്ടു പോകാന്ന് വെച്ചു. ഒരു 10 മണിയപ്പോൾ കറക്റ്റ് ചെറുതായി ലൈറ്റ് വന്നു. പിന്നെ ഒരു 10:30 11 മണിയാവണം വരെ നമ്മൾ ഇരിക്കണം ഇതിൻ്റെ ഫുൾ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് കാണാം.
അടിപൊളിയാണല്ലോ. പിരമിഡ് പോലെ അതിൻ്റെ അടിയിലെ മ്യൂസിയം ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ട്. ആൾക്കാരെ പിടിച്ചെടുത്താണ് 10 മിനിറ്റ് അവിടെ ഉണ്ടാകും. ലൈറ്റ് നമ്മൾ ഒന്നും നോക്കിയില്ല. 2 പേര് എഴുന്നേറ്റ് നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത്. കാരണം ലൈഫിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. നോക്കിയേ, ഇതിൽ നിങ്ങൾ കാണുമ്പോൾ എന്നറിയാം ഇത് എന്തൊരു ഭംഗിയുണ്ടെന്നത്. അത്രയും ഭംഗിയാണ് ഈ സംഭവമാണ്. ഒന്നും പറയാമല്ലോ. ഞാൻ ഇത്ര നമ്മൾ ലേറ്റ് വന്നു കഴിഞ്ഞാൽ പറയേ വേണ്ട, അത്ര അടിപൊളിയാണ്. ഒരു ഡ്രീം തന്നെയാണ്. എന്ത് പറഞ്ഞു ഇവളിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രേമിക്കണം കാലം തൊട്ട് മുപ്പയാൾ എൻ്റെ അടുത്ത് ആകെ ഒരു കാര്യം പറ്റുള്ളൂ, എന്നെ പാരീസിൽ കൊണ്ടുപോകണം. അങ്ങനെ ഫൈനലി അവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് 2 പേരും മൂപ്പരാളൊന്ന് കറക്കൊക്കെ ചെയ്ത് ആൾക്കാർ വന്നോണ്ട് പോയി. അല്ല, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏതൊരു സൈഡിൽ നിൽക്കുമ്പോൾ നോക്കി എന്ത് ഭംഗിയെ കാണാനല്ലേ. എല്ലായിടത്തുനിന്നും ഭംഗിയെ കാണാൻ. അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫിൽ ടവർ. പിന്നെ ഇവരുടെ ഒപ്പായ കാരണം ഞങ്ങൾ കാലത്തല്ല ഒരു ഉച്ചയ്ക്ക് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് കഴിഞ്ഞ് ഒരു 5:30 കഴിയുമ്പോൾ എത്തി. ഇപ്പോൾ ഇവിടെ സമ്മറായ കാരണം ഒരു 10 വരെ, സൺസെറ്റ് 9:57 ആയിരുന്നു. അതുവരെ ഓക്കെ ആയിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡും കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർന്നു.